ബോസ് ഒരു കോൾ ഉണ്ട് ബോസ്. ഒരു കോള് എടുത്തു, അറ്റൻഡ് ചെയ്തു. ഹലോ, റാവുത്തർ റാവു സ്പീക്കിംഗ്. എടാ പന്നെ, നീ എനിക്ക് ധാരാളം കാശ് തന്നില്ലെങ്കിലുണ്ടല്ലോ, ഞങ്ങൾ കൊള്ളക്കാർ എത്ര ദിവസം കൊണ്ട് ഇതിനകത്ത് പട്ടിണി കിടക്കണമെന്ന് അറിയാമോ? എനിക്ക് ഇന്ന് വൈകിട്ട് 5 മണിക്കകത്ത് കാശ് തന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ചാടി അങ്ങ് വന്ന് നിന്റെ വീട്ടിലെ സർവത്രനെതിരെ വെട്ടിയായിരിക്കും, ഇല്ലേ? അതെ. ആ, നീ എനിക്ക് 5 മണിക്കകത്ത് നീ കാശ് തരണം, ഓർത്തോ? നമ്മളെ 4 പേര് അവന്റെ വീട് വളയണം 5 മണിക്കകത്ത് കാശ് വന്നില്ലെങ്കിൽ. ഇല്ലെങ്കിൽ ഇന്നലത്തെ പോലെ ഇന്നും പട്ടിണി കിടക്കേണ്ടി വരും. മനസ്സിലായോ? വല്ലെങ്കിൽ ചെന്ന് അവൻ്റെ പൈസ വാങ്ങിച്ചോണ്ട് വരണം. കൊള്ളക്കാരെന്ന് പറഞ്ഞാൽ എന്റെ പുറകെ ഇങ്ങനെ ചുറ്റി ചുറ്റി നടന്നാ പോരാ. എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. റാംജി റാവു സ്പീക്കിംഗ് സിനിമയെയും അതിലെ കഥാപാത്രങ്ങളെയും അനുസ്മരിക്കുന്ന ഒരു എപ്പിസോഡാണിത്. ഇവിടെ കിഡ്നാപ്പിംഗ് ടീം താമസിക്കുന്ന ഗൗഡൌണിലേക്ക് എത്തുന്ന തൊഴിലാളിയെ കാത്തിരിക്കുന്ന പണി എന്താണെന്ന് നോക്കാം. എല്ലാവരും ഫയർ ചെയ്തോളാം. ആളകത്ത് കയറിയാൽ ഉടൻ ഫയർ ചെയ്തോളണം. പോലീസാണ്, പോലീസ്. അതാ വരുന്നുണ്ട്. എന്ത് വന്നാലും കീഴടങ്ങല്ലേ. തന്നിരുന്നു. അകത്ത് കയറിയ ഉടൻ, ഇവിടെ എത്തിയ ഉടൻ ഫുൾ വളഞ്ഞോളണം. ഓക്കെ ബോസ്. കറുത്ത ഷീറ്റ് ഇത് തന്നെ. കയറി. നിക്ക് നോക്കി പതുക്കെ ഇറങ്ങിയാൽ മതി. കുറേ നാൾ ഉപയോഗിക്കാവുന്ന സ്ഥലമാണ്. 1 മണിക്കൂർ ഇത് കണ്ട ഇങ്ങനെയുള്ള ഈ തടിയൊക്കെ ഇത്. അയ്യോ, ഇവിടെ വേറെ കാര്യം പറ്റും. ഇങ്ങ് വരി നിങ്ങളിങ്ങ് വരി. ഓ ശേ, ഇങ്ങ് വരി. അല്ല നിക്ക് നിങ്ങളാരാ ഞങ്ങൾ ഒളിച്ചു താമസിച്ച സ്ഥലത്ത് വന്നേ? അയ്യോ, ഒളിച്ച് താമസിച്ചല്ല, കള്ളന്മാർ ഒളിച്ചു താമസിച്ച സ്ഥലത്ത് വന്ന് അയ്യ, നമ്മുടെ ഒരു മുതലാളി ഇവിടെ ഒരു ഗോഡൌൺ വൃത്തിയാക്കാൻ പറഞ്ഞ് നമ്മൾ വന്നതല്ല. നമ്മള് കൂലിക്കാറാ. ജീവനോടെ ഞങ്ങൾക്ക് സത്യമായിട്ട് ഇതിനെ കുറിച്ച് അറിഞ്ഞൂടാ. വൃത്തിയാക്കണം, പണിക്ക് വൃത്തിയാക്കാൻ വന്നവരെ. എന്താ വൃത്തിയാക്കാൻ? അവിടെ ഗോഡൌൺ വൃത്തിയാക്കാൻ പറഞ്ഞു വന്നവര്. സത്യമായിട്ട് അയ്യോ, എന്റെ പേര് ലാൽകൃഷ്ണ. ഗോഡൌൺ വൃത്തിയാക്കാൻ പറഞ്ഞു വന്നവരാണ്. നമ്മൾ തൊഴിലാളികൾ. നമ്മൾ നിങ്ങളെ എന്റെ സങ്കേതത്തിൽ ഒന്ന് ഒളിച്ചു നോക്കാൻ പറഞ്ഞാരാ? അറിഞ്ഞൂടാ, നമുക്ക് സങ്കേതം അറിഞ്ഞൂടാ. നിങ്ങളെ ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ? നമ്മുടെ ഒരു സാറ്. പിന്നാര് പറ, സത്യം പറ, ആരാ പറഞ്ഞു വിട്ടെ? ഇതിന്റെ ഈ ഗോഡൌൺ ഒന്ന് വൃത്തിയാക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ സാമ്രാജ്യം, പിന്നെ ഏത് മുതലാളി? അയ്യോ, ഞങ്ങൾക്ക് അറിയില്ല. റാവുത്തറ സ്ഥലത്ത് വന്ന് കയറാൻ പറഞ്ഞാരാ? റാവുത്തർ റാം. റാവുത്തർ റാം അറിഞ്ഞൂടെ? അറിഞ്ഞൂടാ. അടിയുടെ തലയിൽ റാവുത്തർ അറിയാമോ? അറിയാം. റാവുത്തർ അറിയാമോ? അറിയാം.
നീ എന്തിനാ ഞങ്ങൾ ഒളിച്ച് താമസിച്ച സ്ഥലത്ത് വന്ന് കയറിയേ? അറിഞ്ഞൂടാ നമുക്ക് നിങ്ങൾ ഇവിടെ ഒളിച്ച് താമസിക്കുന്നത് അറിഞ്ഞൂടാ. ഗോഡൌൺ വൃത്തിയാക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ വൃത്തിയാക്കാൻ വന്നതാണ്. വൃത്തിയാക്കാൻ പറഞ്ഞു വിട്ടത്. ഇല്ല അവന്റെ തലയിൽ വെച്ച് ചെതറിക്കടാ അടി. വേണ്ട, ചെതറിച്ചാലും കുഴപ്പമില്ല. സത്യമേ പറഞ്ഞുള്ളൂ. കൈപൊക്കി മുഖം കാണണ്ടാ. മോഹം കണക്ക് വെച്ച് കൈ താത്തിട്ട. നീ എവിടെ താമസിക്കുന്നത്? താത്തിയിടണോ? എന്റെ വീട് താമസിക്കുന്നേ ചെറിയവല്ല. അതെവിടെയാ? പഞ്ചമൂട്ടിന്റെ അടുത്ത്. ഇന്ത്യയിൽ എവിടെ ആയിട്ട് വരും? കന്യാകുമാരി ഡിസ്ട്രിക്ട്. കന്യാകുമാരി. അതോടെ കന്യാകുമാരി. കന്യാകുമാരി ഇന്ത്യക്കകത്തുള്ളത്. ഇന്ത്യക്കകത്തുള്ള സംസ്ഥാനം. ഞങ്ങൾ കൊള്ളക്കാരിൽ ഒളിച്ച് താമസിക്കുന്നതിനകത്ത് നിങ്ങൾ വരാൻ കാരണം എന്താ? അയ്യോ നിങ്ങൾ പോലീസ് പറഞ്ഞു വിട്ടല്ലേ? അല്ല ഞങ്ങൾ അന്വേഷിച്ചിട്ട് വരാൻ പോലീസ് പറഞ്ഞു വിട്ടല്ലേ? അല്ല നമ്മൾ ഒരു പണിക്ക് വേണ്ടി പറഞ്ഞു വിട്ടത്. അല്ല ഒരിക്കലും ഇല്ല. ഇത് കൈക്കൂലി വാങ്ങിട്ട് നമ്മളെ ഒരിക്കലും ചെയ്യില്ല. ആ തോക്കിന്റെ പാത്തി കൊണ്ട് അവന്റെ മണ്ടയ്ക്ക് അടിക്കും. ചെയ്യരുത്. ഞാനൊരു പാവമാണ്. എന്നെ ഒന്നും ചെയ്യരുത്. റാവുത്തർ റാവുവിന്റെ അടുത്ത് വരാൻ പറഞ്ഞ ആരാ? ആരും പറഞ്ഞല്ല. നമ്മുടെ ഇവിടെ നമ്മുടെ ഇവിടെ ഒരു ഈ റാവുത്തർ റാവുവിനെ കുറിച്ച് അറിയാമോ? അറിയില്ല. ഇന്ത്യ ഒട്ടാകെ കിടുകിടാ വിറയ്ക്കും എന്റെ പേര് കേട്ടാ. അറിഞ്ഞില്ലായിരുന്നു ഇതുവരെയ്ക്കും. അറിയില്ലെങ്കിൽ അറിയാത്തവന്റെ മണ്ട ഇനി വേണ്ട വെടി വെച്ച് കള്ള ലക്ഷണം. ഞങ്ങളെക്കാളും കള്ള ലക്ഷണമാണ്. അല്ല സാറേ, സത്യമായിട്ട് പറയാം. ഞങ്ങളുടെ അടുത്തൊരു സാറ് പറഞ്ഞു, നമ്മള് കൂലിപ്പണിക്കാരാ. നമ്മള് ശമ്പളത്തിന് ജോലിക്ക് വന്നു. നിങ്ങൾ ഇവിടെ ശമ്പളത്തിന് ഞങ്ങളെ ഒറ്റ കൊടുത്ത് നീയൊക്കെ ഞങ്ങളെ തലയ്ക്ക് എത്ര ലക്ഷം രൂപ വാങ്ങൂടാ? അയ്യോ സത്യമായിട്ട് ഞങ്ങൾക്ക് ലക്ഷങ്ങൾ വാങ്ങാൻ വേണ്ടി പോലീസിന്റെ സ്പൈ അല്ലടാ. അയ്യോ ഞങ്ങൾക്ക് സ്പൈ അറിഞ്ഞൂടാ, പോലീസിനെ അറിഞ്ഞൂടാ. അറിയാമോ? അറിയില്ല. അവൻ അറിഞ്ഞൂടാ. സ്പൈ എവിടെ താമസിക്കണമെന്ന് അറിയാമോ? കോഴിക്കോട് അറിയാമോ? അതറിയാം. കോഴിക്കോട്. അപ്പൊ നീ എന്തുകൊണ്ട് സ്പൈ അറിഞ്ഞൂടാ? അല്ല നമ്മൾ അങ്ങനെ ജീവിക്കുന്നവരല്ല. നീ സ്പൈയെ പറയണ. സ്പൈ എവിടെ എന്ന് പറ. അവനെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അറിയില്ല. നമ്മൾ കൂലിപ്പണിക്കാർ. നിങ്ങൾ എന്ത് സ്പൈ ആയിട്ടാ ഇവിടെ വന്നേ? അയ്യോ നമ്മുടെ സ്പൈ ആയിട്ട് ഞാൻ ഇവന് മാത്രമേ വന്നുള്ളൂ. സ്പൈ വന്നില്ല. സ്പൈ വന്നിട്ടില്ല. രണ്ടും കൂടെ സ്പൈ വർക്ക് ചെയ്യാനല്ലേ ഇവിടെ വന്നേ? ഇല്ല അല്ല നമ്മൾ ഒരു ഗോഡൌൺ വൃത്തിയാക്കാനായിട്ട് വന്നതാ. ഏത് പോലീസിന്റെ? പോലീസിന്റെ ഇല്ല വന്നില്ല. പോലീസ് പോലെ ഇതിനകത്ത് ഈ കോമ്പൗണ്ടിനകത്ത് കിടക്കില്ല. അറിയാമോ? അറിഞ്ഞൂടായിരുന്നു സാറേ. ബോംബ് കാണണോ നിനക്കൊക്കെ? ബോംബ് കാണണോ? വേണ്ട. ബോംബ് കാണണോ? വേണ്ട. കാണോ? പൊട്ടിക്കട്ടെ. വേണ്ട സാർ. ബോംബ് പൊട്ടിക്കട്ടെ. ബോംബ് പൊട്ടിക്കട്ടെ. മാഷേ നമ്മള് റാവുത്തർ സാർ നമ്മള് കൂലിപ്പണിക്കാരാ. നമ്മളങ്ങനെ ആരെയും ഒറ്റ കൊടുക്കാനോ ചാരപ്പണിക്കോ വന്നവരല്ല. പോലീസിനെ അറിഞ്ഞൂടാ, സ്പൈ അറിഞ്ഞൂടാ. നീ എത്ര രൂപ വാങ്ങിച്ചിട്ടാണ് എന്നെ ഒറ്റ കൊടുക്കാൻ വേണ്ടി വന്നത്? അയ്യോ ഇല്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും ചെയ്യില്ല. ഞങ്ങൾ ചെയ്യില്ല. ഇവന്റെ മരണം എന്റെ കൈയുണ്ട്. അയ്യോ പറ, എത്ര രൂപ മേടിച്ചു കൊടുത്തിട്ടാ നീ അവിടെ? ഒരിക്കലും വാങ്ങിയിട്ടില്ല. ഒരിക്കലും ആരെയും ഒറ്റ കൊടുക്കും. ഇവൻ മേടിച്ചിട്ടുണ്ടോ? ഇവന് നീ ആയിട്ടുള്ള ബന്ധം എന്താ? ഞാൻ എന്നെ ഒരു കൂലിപ്പണിക്ക് വിളിച്ചു. സുഹൃത്തുക്കളാണ് ഞങ്ങൾ, സുഹൃത്തുക്കളാണ്. ഈ പോലീസിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇവിടെ വന്ന് പുല്ല് പറിക്കാനെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടിച്ചു വിട്ടവനല്ലടാ. അയ്യോ ഇവിടെ പുല്ല് പറിക്കാൻ വന്നിട്ടില്ല. കണ്ട, അപ്പൊ ഇവൻ ചാരനാണ്. അല്ല സാർ, അല്ല ഞാൻ പുല്ല് പറിക്കാൻ രാജു. അന്ന് ഞാൻ 3 ബോംബ് എറിഞ്ഞില്ലേടാ? 3 ബോംബ് എറിഞ്ഞില്ലേ നിന്റെ അകത്ത്? അവിടെ ശബ്ദം കേട്ട് സാറേ. നീ എന്തിനാ ഇവിടെ പുല്ല് പറിക്കാൻ വന്നത്? സാറേ ഞാൻ പുല്ല് പറിക്കാൻ ഇവിടെ വന്നതാണ്. പശു ഉണ്ടാ? ഇല്ല, പശുവില്ല. പശുവില്ലാതെ നീ പുല്ല് പറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ 50 രൂപ തരാന്ന് പറഞ്ഞു. ആര്? പോലീസാരാ? ഇല്ലില്ല, പിന്നെ മണിയെ. അല്ല, മണിയെ മുതലാളി. മണിയൻ പോലീസ് ഇല്ലേ? പോലീസല്ല, മുതലാളി. മുതലാളി. അമ്മ 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 അമ്മ. അയ്യോ എടാ, സ്പൈ വർക്കിന് വേണ്ടിട്ട് ഇതിനകത്ത് വന്നിട്ട് നിന്നെ അന്ന് ഓടിച്ചു വിട്ടല്ലേ? അയ്യോ സാറേ അല്ല, ഇവൻ പോലീസിന് സ്പൈ വർക്കായിട്ട് വന്നവനാണ്. അയ്യോ അല്ല, ഞാൻ ഒരിക്കൽ ഓടിച്ചതാണ്. എനിക്കൊരിക്കലും അറിയില്ല. എനിക്കൊരിക്കലും അറിയില്ല. പിന്നെ നീ എന്തിനാ അവന്റെ കൂടെ കൂടി? അയ്യോ ഇവിടെ ഒരു ജോലിക്ക് എന്നെ വിളിച്ചുകൊണ്ട് വന്നു, അത്ര എനിക്കറിയാവൂ. ഞാനൊരു പാവപ്പെട്ടവനാണ്. നീ അല്ലേ നമ്മുടെ കിണ്ടി അടിച്ചോണ്ട് പോയൻ? ഇല്ല, റാവുത്തറിനെ കിണ്ടി അടിച്ചോണ്ട് പോയവനാണ്. അയ്യോ ഞാൻ ഇതുവരെയ്ക്കും ഇതിന്റെ അകത്ത് വന്നിട്ടില്ലേ സാറേ. റാവുത്തർ സാറാണ് വന്നിട്ടില്ല. സത്യമാണ് സാറേ. വണ്ടിയുടെ സൗണ്ട്
കൈപൊക്ക് 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 പിടിച്ചോണ്ടിരിക്കാൻ പറഞ്ഞു. പിടിച്ചോ. പിടിച്ചിരിക്കുക. നോക്കി നോക്കി ഞങ്ങൾ നോക്കട്ടെ. സാർ പോലീസ് വേണ്ടി തോന്നുന്നു. പോലീസ് വേണോ? എന്തോന്നില്ല അല്ലേ കാണണതും കേൾക്കണതും എനിക്ക് പേടിയാവണില്ല അല്ലേ. എന്റെ ജീവിതം കൂടി ആയാ പോളോ, പോളോ. ബോംബുകളെല്ലാം പറക്കി നേരത്ത് ബോംബുകളെല്ലാം ഓക്കേ, പറക്കി ഓക്കേ, നേരത്ത്. ഓക്കേ. ബോസ്, ബോസ്, അവന് ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. ലാലിന്റെ ധൈര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ലാലെ ഒന്നും പ്ലാൻ ചെയ്യണ്ട. ഇവിടെ പ്ലാൻ ചെയ്തതല്ല. രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെയല്ല, ഞങ്ങൾ ദ്രോഹിക്കാൻ വന്നതല്ല. ഇതിന്റെ മോനെ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട. അല്ല, ഓടിയാ പൊട്ടും. ഇല്ല, ഞങ്ങൾ ഓടുന്നില്ല. ഇവരെ പറക്കി വന്നേ. സത്യം പറ. സത്യം പറയാം. നിങ്ങൾ പറക്കി വന്നതല്ലേ പോലീസ്? നിങ്ങൾ പറയ് വേണ്ട. നിങ്ങൾ പറക്കി വന്നതല്ലേ പോലീസ്? ഒന്ന് നോക്ക് നോക്ക്. അത് ബോംബ് പറയും. എന്തെങ്കിലും പെട്ടെന്ന് തീരുമാനം പറ. നിന്റെ ധൈര്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ലാലെ എന്നെ നിങ്ങളല്ലേ വിളിച്ചോണ്ട് ഞാൻ വിളിച്ചുകൊണ്ടുവന്ന് നമ്മളെ കൊണ്ടുവന്ന സാധനം വിളിച്ചാൽ കിട്ടൂലെന്നല്ലേ പറഞ്ഞ സാർ. എന്ത് ചെയ്യണമെന്ന് ലാലിപ്പോൾ പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്യാം. എന്ത് ചെയ്യണം പറ ലാലെ. ലാലാണ് എൻ്റെ ധൈര്യം. നമുക്ക് ഇനി മരിക്കാനായിട്ടു അല്ല ഞാൻ എന്ത് ചെയ്യാനാ? ചാവാനാ പിന്നെ അല്ലാതെ ഇവർ നമ്മളെ കൊല്ലുവോ? അവര് കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനാ? കൊല്ലും ലാലെ. ലാലെ ബോസ്, ഗേറ്റിൽ വരെ വെച്ച് പോകും. സത്യം പറയാൻ ശ്രമിച്ചോ. ഗേറ്റിൽ വെച്ച് പോകും. ഗേറ്റിൽ ബോംബ് വെച്ചോ? ഓക്കെ, ഗേറ്റ് പൊട്ടിച്ചോ? പൊട്ടിച്ചോ? ഓക്കെ, ഓക്കെ, ആ ബോംബ് പൊട്ടി. 8-ാം നമ്പർ ബോംബ് പൊട്ടി. പൊട്ടിച്ചോ? ഓക്കെ ബോസ്. വേറെ വഴി വല്ലതും ഉണ്ടോ നോക്ക്. വേറെ വഴി നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ട്? ഞങ്ങൾ നിങ്ങളുടെ രണ്ടുപേരും കൂടെ എത്ര പേരുണ്ട്? നമ്മൾ രണ്ടുപേരും ഇവര് പോലീസ് എങ്ങനെ വന്നേ? രണ്ടുപേരല്ല. നിങ്ങളെ പിറകെ എങ്ങനെയാ ഈ പോലീസ് വന്നേ? റാവുത്ത സാറേ, ഞങ്ങൾക്ക് റാവുത്തർ സാർ അറിയില്ല. നിങ്ങൾ സ്പൈ തന്നെയാണ്. സ്പൈ അല്ല, അല്ല സ്പൈ വർക്കിന് വന്നാ ഞങ്ങളെ തലയ്ക്ക് വില പറഞ്ഞ് സ്പൈ പൈസ വാങ്ങിക്കാൻ വന്നാ? അല്ല, ഒരിക്കലും ഇല്ല, അല്ല സാറേ, ഒരിക്കലും ഇല്ല. അല്ലെങ്കിൽ എന്റെ തല ചെതറി പോട്ടെ. ഞാൻ കള്ളം പറയില്ല. കള്ളം പറയില്ല. തല ചെതറി പോത്തില്ല, ഞങ്ങൾ ചെതറി. ബോസ്, അവർ നമ്മളെ വളഞ്ഞു. ഏയ് നമ്മളെ വളഞ്ഞു സാർ. വളഞ്ഞോ? വളഞ്ഞു ബോസ്. ഫുൾ വളഞ്ഞോ? ഫുൾ വളഞ്ഞോ? ഇനി രക്ഷയില്ല. രക്ഷപ്പെടാം. ഞങ്ങളെ കൊന്നിട്ട് എന്തിനു നിങ്ങൾ രക്ഷപ്പെടുന്നത്? നിങ്ങൾ കാരണമല്ലേ പോലീസ് ഇവനെ ആദ്യം പാത്തിക്കിടിച്ച് കൊല്ലാം. വേണ്ട, വേണ്ട, അയ്യോ, കൊടുക്കുന്നോളാം. എഴുന്നേക്കരുത്. ഇനി മേലെ ഇങ്ങനെ കാണിക്കരുത്. അവിടെ കിടന്നോളാം. കിടന്നോളാം. നമ്മുടെ സാമ്രാജ്യത്തിൽ കയറി കളിച്ച വിവരം അറിയും. നീ അവന്റെ കൂടെ എങ്ങനെ വന്നേ? സാറേ, ജോലിക്ക് കൈയാത്ര വിളിച്ചു ജോലിക്ക് വിളിച്ചു വന്നത്. അത്ര അല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല. ജോലി ഇതാണോ? ഞങ്ങളെ ഒറ്റ കൊടുക്കുന്നതാണോ ജോലി? അല്ല, പിന്നെ നിങ്ങൾ വന്ന് പറയുന്നത് എങ്ങനെ പോലീസ് വന്നു? എനിക്കറിയില്ല. നിങ്ങൾ കാരണമാണ് പോലീസ് വന്നത്. ഇല്ല, എന്തായാലും ഞങ്ങൾ പെട്ടു. ഇത് നിന്നെ കൊന്നിട്ടേ ഞങ്ങൾ പോകുള്ളൂ. അതൊരു മാറ്റമില്ല. എണീച്ചോ? ഇത് നന്മ ഉള്ളവനാണെന്ന് തോന്നുന്നു. അവൻ പറ്റിച്ചതാ. ഞാൻ ഇവിടെ ഗോഡൗൺ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നെ ഇദ്ദേഹം വിളിച്ചോണ്ട് വന്നതാ. അപ്പൊ അവൻ ഇവിടെ പോലീസിന്റെ സ്പൈ ആയിട്ട് വന്നതാണ്. അതെനിക്കറിയില്ല. നിന്നെ എത്ര ദിവസം കൊണ്ട് അറിയാവന്? അല്ല, ഇന്ന് എന്നെ കണ്ടു വിളിച്ചതാ. ഞാൻ എൻ്റെ വീട്ടിൽ ജോലി കയറ്റി നിന്ന ഞാൻ. അപ്പോഴേക്കും ഞാൻ റോഡിൽ വന്നപ്പോഴേക്കും എനിക്കൊരു പശുവുണ്ട്. അപ്പൊ അതിന്റെ പാല് കറന്ന് കൊടുത്തതിന്റെ പൈസ വാങ്ങാനായിട്ട് ഞാൻ റോഡിൽ വന്നപ്പോൾ അവിടെ 3 ബോംബ് വെച്ചിട്ടുണ്ടല്ലോ. വണ്ടി കയറിയപ്പോ ചതറണം. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു ജോലിക്ക് ഒരാളെ വേണം, ഒരു ഗോഡൗൺ ഒന്ന് വൃത്തിയാക്കണം, 1500 രൂപ ശമ്പളം വാങ്ങി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നത്. ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യാം. നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്തും. അവര് ബോംബ് ഇതിനകത്ത് എറിയുന്നതിന് നീ ഒറ്റയ്ക്ക് ഓടിക്കൊള്ളണം. അദ്ദേഹം അവന്റെ കാര്യം തീരുമാനം നമ്മളെ ഒറ്റ കൊടുത്താണ്. നിങ്ങൾ ഇതിനകത്ത് വെട്ടതാണ്. അവന് ജീവൻ ഉണ്ടാകും. നോക്കണേ, എനിക്ക് അവിടെ ഇരിക്കും. പൊക്കിയിട് രണ്ടൊരു വെളിയോടാ. ചോടാ അവനെങ്ങനെ ഒറ്റ ഇടി മേടിച്ചോളൂ. ഇവിടെ വാ. മുഖത്ത് മുഴുക്ക നീ എത്ര ലക്ഷം രൂപ മേടിച്ച് ഇവനെ വെച്ച്? സാറേ, ഒന്നും മാറ്റിട്ടില്ല സാർ. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അടുത്ത് വേറെ സാറ് പറഞ്ഞ് ഗോഡൗൺ വൃത്തിയാക്കാനുണ്ട്. ഈ ഗോഡൗണിനകത്ത് ആരും കയറാറില്ലെന്ന് പറഞ്ഞില്ല. അതൊന്നും പറഞ്ഞില്ല സാറേ. ആ റോഡ് സൈഡുള്ള ഒറ്റെണ്ണം പോലും ഇതിനകത്ത് കയറില്ല. അതറിയില്ല, നമുക്ക് അറിയില്ല. അറിയാത്ത കാര്യം നമ്മൾ ചെയ്തിൽ പോയി. അറിയില്ലായിരുന്നു. ഒരു ഈച്ച പോലും ഇങ്ങോട്ട് പക്ഷെ നമ്മളെ അടുത്ത് വന്നിട്ട് ആരും അങ്ങനെ ജീവനോടെ വിടാറില്ല. ഒരിക്കലും അറിയില്ലായിരുന്നു. നിങ്ങൾ ഇനി പുറത്തു പോയി നമ്മളെ പറ്റി ഇതേപോലെ പറഞ്ഞു പറയില്ല. കൈ താത്തിട്ടിട്ട് പറ. ഈശ്വരനാണ്. കൈ താത്തിട്ട് പറയില്ല. എന്റെ പേരെന്താന്ന് റാവുത്തർ. അന്ന് നീ പറയൂല വെളിയിൽ ചെന്ന്. പറയില്ല. പിന്നെന്തെന്ന് പറയും? അല്ല, എനിക്കൊന്നും അറിയില്ല. നീ എന്നെ ഇവിടെ വെച്ച് കണ്ടെന്ന് നീ പുറത്ത് പറയില്ലേ? എനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ പറയും. ഞാനൊന്നും കണ്ടിട്ടുമില്ല. എവിടെ പോയിട്ട് വന്നെന്ന് ചോദിച്ചാൽ ഇതുവരെ ഞാൻ ഇവിടെ ഒരു ഗോഡൗൺ വൃത്തിയാക്കാൻ വന്നു, അത്ര തന്നെ. കണ്ടതുമില്ല, നമ്മളൊന്നും അറിഞ്ഞതുമില്ല. ഗോഡൗൺ വൃത്തിയാക്കി നമ്മൾ പോകുന്നു, അത്ര തന്നെ. വൃത്തിയാക്കി അവിടെ വന്നിട്ട് വൃത്തിയാക്കിയില്ല. അവിടെ ഒന്നും വൃത്തിയാക്കാൻ പറ്റില്ല. അവിടെ ചെന്ന പൂട്ടിയൊക്കെ ഇട്ടേക്കണ്. പൊടിയൊക്കെ അടിച്ച് ഞങ്ങൾക്ക് ഇത് പറ്റൂല എന്നാ പറയാം. അല്ലാതെ ഇതിനകത്ത് ഞങ്ങളെ കണ്ടതോ ഇവിടെ നടന്നതോ ഒന്നും പറയരുത്.
ഉറപ്പാണല്ലോ എല്ലാം ഉണ്ടാവും ഉണ്ടാവും. ഇരിക്ക്, 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 ഇരിക്ക്. വാ, 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 പൊളി, ക്യാമറ പൊളി, ക്യാമറ പൊളി. എടാ ഇതൊരു ഓമയകോട് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. പഠിച്ചോയാ മനസ്സിലായ ആ എന്തോന്ന് ഓ മൈ ഗാഡ് എന്നുള്ള ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നിങ്ങളെ പറ്റിച്ചതാണ്. അല്ല അത് പോട്ടെ, അത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നല്ല ഡ്രസ്സിൽ അത് വേണ്ടായിരുന്നു. ഇപ്പൊ മോശം ഡ്രസ്സായി പോയാ പിന്നെ ഈ ഡ്രസ്സാണ് പിന്നെ ഗോഡൗൺ വൃത്തിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഡ്രസ്സിൽ ഇറങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ അടിച്ചു പൊളിച്ച് ചെയ്യാൻ പറ്റില്ല. ഈ ഗോഡൗൺ വൃത്തിയാക്കാൻ വന്നപ്പോൾ അവിടെ ഇങ്ങനെ ഈ കൊള്ളക്കാരെ കണ്ടപ്പോൾ എന്ത് തോന്നി? പഠിച്ചോയാ ആ ആദ്യം ചിലപ്പം ഒരു വെളിത്താവളം പോലെ ഇരിക്കണോന്ന് അറിയല്ലോ. ശരിക്കും ഒളിത്താവളം പോലെ അല്ലായിരുന്നോ? അല്ല ആ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂട്ടി കിട്ടിക്കുന്ന ഒരു കെട്ടിടമല്ലേ, അതെ, അവർ ആരും വേണം വന്ന് താമസിക്കല്ലേ? പൂട്ടി കിട്ടിക്കല്ലേ, അപ്പോഴേക്കും ആൾക്കാർക്ക് ആർക്കുവാണോ കയറി താമസിക്കാൻ പറ്റും എന്നുള്ള ഒരു തരത്തിൽ പേടിച്ചു പോയി, അത്ര ഉള്ളൂ. കൈ പൊക്കി ഇരിക്കുന്നു, പഠിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ 3-4 സ്ഥലങ്ങളിൽ വെച്ച് ഇത് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു. ഇതിനെടുത്തൊരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും സത്യം അങ്ങേറ്റം ഒരു പെയിൻഫുൾ ആയിരുന്നു അല്ലേ? പ്രത്യേകിച്ച് ചിഞ്ചു, രാജീവ്, ഇവരായിരുന്നു ഈ ക്രിയേഷന് നല്ലൊരു മൂഡ് ഉണ്ടാക്കി തന്നെ അല്ലേ? അയ്യോ ഇത് ബോംബ് കണക്കായി പോയിട്ടാ. സെറ്റ് ചെയ്താണ്. പക്ഷേ ഈ കരിമരുന്ന് പകരം വെടിമരുന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ബൊമ്പെന്ന് പറഞ്ഞ് പോണതിൻ്റെ അടുത്ത് തീയാണ് സ്പ്രെഡ് ചെയ്തത്. പക്ഷെ അത് കറക്റ്റ് കല്ല് നമ്മൾ അങ്ങനെ ഒരു സേഫ്റ്റി ആയിട്ട് വെച്ചത് കൊണ്ട് നമുക്ക് ഇല്ലെങ്കിൽ മൊത്തം പണിയാണ്. ഇത്ര റിസ്ക് ആരും എടുക്കില്ല. എന്തായാലും ദേവാദിനം പോലെ എല്ലാം മംഗളകരമായി ഭവിച്ചു. അതുപോലെ തന്നെ ഫ്രാൻചേട്ടാ എടുത്തു പറയേണ്ടത് നമ്മൾ ഈ ഗോഡൗൺ തന്ന് സഹായിച്ചത് രതീഷ് ഭായിയും ഇതിൻ്റെ ഓണറായ രാജേന്ദ്ര സാറുമാണ്. അപ്പോൾ അവർ നമ്മൾ ഈ ഗോഡൗൺ തന്നു. അതുപോലെ തന്നെ അയൽവേലപ്പരൊക്കെ തകർത്തു അങ്ങനെ തന്നെ പറയണം. അതുപോലെ നമ്മുടെ റാമും നല്ല ഇതായിരുന്നു. അപ്പം ലാൽ കൃഷ്ണ എന്ത് പറയുന്നു? ഇങ്ങനെ ഒരു പ്രോഗ്രാമിലെത്തിയതിൽ വളരെ നന്ദി. ആദ്യം ഇതല്ലല്ലോ പറഞ്ഞത്, ഇതാണെന്ന് അറിഞ്ഞില്ല. അല്ല നല്ല ധൈര്യമാണ്. ആ പുള്ളിക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്നെ സംരക്ഷിക്കണം, കാരണം ഞങ്ങൾ രാവിലെ മുതൽ ഒരുമിച്ച് നടക്കുകയൊക്കെ ചെയ്യല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ സംരക്ഷിക്കണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കണം. ഇത് 2 ഇതും കൂടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ഒരു കക്ഷി വിളിച്ചുകൊണ്ട് വന്നത് ഇന്ന ഒരു വർക്കിനാണ്. അപ്പോൾ വന്നപ്പോഴേക്ക് പെട്ടെന്നൊരു പേടിപ്പിക്കുന്ന ഒരു സ്വപ്നമായിപ്പോയി. അപ്പോൾ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തണം, എന്റെ ജീവനെ രക്ഷിക്കണം എന്നുള്ള തരത്തിലൊരു വന്ന് ചാടിയത് എന്നാലും നല്ലൊരു കാര്യം. പക്ഷേ ഏറ്റ ടീമുകളായിരുന്നു കേട്ടോ. എല്ലാവരും കണ്ടായിരുന്നു, എല്ലാത്തിനും കണ്ടും പേടിച്ചു പോയി ഞങ്ങൾ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. കമ്മ്യൂണിറ്റിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. ആദ്യം ഫ്രാൻചേട്ടാ, നമ്മളെ കേരളമന്തിയുടെ വകയായിട്ട് ഒരു ക്യാഷ് പ്രൈസ് ഉണ്ട്. മെൻസ് വേർഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്ങനെ നൽകുന്ന സമ്മാനം, ഡീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം, ഫോർവിഷ് മാട്രസ് നൽകുന്ന സമ്മാനം. എല്ലാവരുടെ മനസ്സിലും പതിഞ്ഞ ഒരു സിനിമയാണ് റാംജി റാവു സ്പീക്കിംഗ്. അതിലെ ഓരോ കഥാപാത്രങ്ങളും ഇന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ റാവുത്തർ സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണും അല്ലേ? അതെ, ഉറപ്പായിട്ടും. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ഈ ജീവിതത്തിൽ രസമുള്ള മുഹൂർത്തങ്ങൾ നമുക്ക് നെയ്തെടുക്കാം. തിരക്കു പിടിച്ച ജീവിതത്തിനിടയിൽ പ്രിയപ്പെട്ടവർക്ക് സ്നേഹസമ്മാനം പ്രാങ്കായി നൽകാം. മലയാളിയുടെ ജനകീയ പ്രാങ്ക് ഷോ ഓ മൈ ഗോഡിലൂടെ ഒരു പണി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാം. പ്രാങ്ക് ചെയ്യേണ്ട ആളെക്കുറിച്ചുള്ള വിവരങ്ങളും നിങ്ങളുടെ പേരും വിലാസവും ഫോൺ നമ്പറും ഉൾപ്പെടെയുള്ള വിവരങ്ങളും omgprankshow@gmail.com എന്ന മെയിൽ ഐഡിയിൽ ഞങ്ങൾക്ക് അയച്ചു തരിക.